കാൽപന്തിന്റെ വശ്യമനോഹാരിത ആരാധക വൃന്ദങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ചാർത്തിയ കാനറിപ്പടിയുടെ സുൽത്താൻ നെയ്മർ ജൂനിയർ എന്ന് 34ന്റെ നിറവിലാണ്. കാലത്തിന്റെ തിരശീലക്കപ്പുറം ഫുട്ബോൾ ചരിത്രം സുവർണ ലിപികളെ രേഖപ്പെടുത്തിയ ഒരു വസന്തത്തിന്റെ പേരാണ് നെയ്മർ ജൂനിയർ. കാൽപന്തുകളി വെറുമൊരു മത്സരമല്ലാതാവുകയും അത് പച്ചപ്പുൽ മൈതാനങ്ങളിൽ പെയ്തിറങ്ങുന്ന അനുഭൂതിയുടെ സംഗീതമായി മാറുകയും ചെയ്യുന്ന അത്ഭുതത്തിനാണ് ലോകം നെയ്മർ എന്ന പേരിട്ടത്. ബ്രസീലിയൻ കളിശൈലിയുടെ ആത്മാവായ സാമ്പ നൃത്തം സ്വന്തം സിരകളിൽ അഗ്നിയായി ആവാഹിച്ച ആ മാന്ത്രികൻ തൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു സുപ്രധാന നായികക്കല്ലിലേക്ക് ചുവടുവെക്കുമ്പോൾ ലോകം മുഴുവൻ ആ ചടുലമായ പാദചലനങ്ങളെയും വിസ്മയിപ്പിക്കുന്ന പ്രതിഭയെയും ആദരവോടെ സ്മരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആ പുലരിക്കായി ഇത്രമേൽ ആവേശത്തോടെ കാത്തിരിക്കുന്നത്? അതെ, പറഞ്ഞാലും തീരാത്ത ഉത്തരങ്ങൾ ഒരുപാടുണ്ട്. രാത്രിയുടെ യാമങ്ങൾ അത്രമേൽ സുന്ദരമാക്കിയതിന്, മൈതാനത്ത് നൃത്തമാടി ആരാധകരുടെ കൽബുകളിൽ കുളിർമ കോരിയിട്ടതിന്, പരാജയത്തിന്റെ മൂടുപടം ചാർത്തപ്പെട്ടിടത്ത് വിജയത്തിന്റെ സുൽത്താനായി അവതരിച്ചതിന്, ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ പഠിപ്പിച്ചതിന് ഉത്തരമങ്ങ് നീളുകയാണ്. പന്തിന്റെ ഓരോ സ്പർശനത്തിലും കവിത വിരിക്കുന്ന പാദചലനങ്ങൾ ഇന്ന് ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ അനിഷേധനായി വാഴുന്ന ഒരു സുൽത്താന്റെ പ്രഭാവമായി പടർന്നു പന്തലിച്ചിരിക്കുന്നു. ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിന്റെ പവിത്രമായ മൈതാനങ്ങളിൽ വെച്ചാണ് നെയ്മർ എന്ന പ്രതിഭയെ ലോകം ആദ്യമായി കൺകുളിർക്കെ കണ്ടത്. സാക്ഷാൽ പെലെയുടെ പിൻഗാമി എന്ന വിശേഷണം ചാർത്തിക്കൊടുക്കുമ്പോൾ ലോകം അമ്പരന്നു പോയത് അദ്ദേഹത്തിന്റെ കാലുകളിൽ പന്താട്ടത്തിന്റെ മാന്ത്രിക കണ്ടുകൊണ്ടാണ്. അതിവേഗത്തിലുള്ള ട്രിബിളിങ്ങുകളും പ്രതിരോധ നിരയെ നിഷ്പ്രഭമാക്കുന്ന വേഗതയും കൊണ്ട് ലാറ്റിൻ അമേരിക്കയെ അദ്ദേഹം തന്റെ കാൽക്കീഴിലാക്കി. 2011 സാന്റോസിനെ ലിബർട്ടാഡോറസ് കപ്പ് എന്ന അത്യുന്നത കിരീടത്തിലേക്ക് നയിച്ചതോടെ നെയ്മർ എന്ന പേര് ലോകത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും ഹൃദയത്തിൽ കുത്തിവെക്കപ്പെട്ടു. സാക്ഷാൽ പെലെയുടെ സ്മരണകൾ ഉറങ്ങുന്ന സാന്റോസിന്റെ പവിത്രമായ അങ്കണത്തിൽ നിന്നും ആ തുടങ്ങിയ പ്രയാണം ഇന്നും തുടരുകയാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ പുതിയൊരു യുഗത്തിലേക്ക് നയിച്ചുകൊണ്ട് പന്തിനെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നൃത്തം ചെയ്യിക്കുന്ന നെയ്മറുടെ ട്രിബിളിങ്ങുകൾ ഒരു ജനതയുടെ മുഴുവൻ ആത്മവിശ്വാസമായിരുന്നു. 2013 യൂറോപ്പിലെത്തിയ അദ്ദേഹം ബാർസയുടെ ചുവപ്പും നീലയും കലർന്ന കുപ്പായത്തിൽ ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന മുന്നേറ്റ നിരയുടെ നെടുംതൂണായി മാറി. മെസ്സിയും സുവാരസും നെയ്മറും ചേർന്ന് തീർത്ത ആ ജൈത്രയാത്രയിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ട്രിബിൾ നേട്ടവും ആ കാലുകളിലെ മാന്ത്രികതയ്ക്ക് കാലം നൽകിയ അംഗീകാരങ്ങളായിരുന്നു. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമെന്ന ഖ്യാതിയോടെ ഫ്രഞ്ച് ക്ലബ്ബായ PSG ചേക്കേറിയ നെയ്മർ അവിടെയും തന്റെ ചടുലമായ നീക്കങ്ങളാൽ ഫ്രഞ്ച് ലീഗിനെ ആവേശം കൊള്ളിച്ചു. എതിരാളികളുടെ കഠിനമായ ടാക്ലിങ്ങുകളെയും പരിക്കുകളെയും പുഞ്ചിരിയോടെ നേരിട്ട അദ്ദേഹം വീഴ്ചകളിൽ നിന്ന് കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേറ്റു. മഞ്ഞക്കുപ്പായത്തിൽ ബ്രസീലിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന നിലയിൽ പെലെയുടെ റെക്കോർഡ് മറികടന്നപ്പോൾ നെയ്മർ ഒരു ചരിത്ര പുരുഷനായി മാറുകയായിരുന്നു. 2016 റിയോ ഒളിമ്പിക്സിൽ സ്വന്തം രാജ്യത്തിന് ആദ്യമായി സുവർണ്ണ മെഡൽ നേടിക്കൊടുത്ത ആ ചരിത്ര നിമിഷം ആരാധകരുടെ ഹൃദയങ്ങളിൽ ഇന്നും മായാത്ത നൊമ്പരവും അഭിമാനവുമായി പടരുന്നുണ്ട്. പരിക്കുകളും പ്രതിസന്ധികളും ആ വഴിത്താരകളിൽ വിഹിതമായി വന്നപ്പോഴും ഓരോ വീഴ്ചയിൽ നിന്നും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന അദ്ദേഹത്തിന്റെ പോരാട്ടവീര്യം അതുല്യമാണ്. പാരീസിലെ പ്രഭാവത്തിൽ നിന്നും സൗദിയിലെ പുതിയ വെല്ലുവിളികളിലേക്ക് അദ്ദേഹം ചുവടുവെക്കുമ്പോഴും അവിടെ നിന്ന് തന്നെ വളർത്തിയെടുത്ത സാന്റോസിന്റെ കൊട്ടാരത്തിലേക്ക് വീണ്ടും വഴിതിരിക്കുമ്പോഴും ഫുട്ബോളിന്റെ ശ്രദ്ധമായ സൗന്ദര്യം നുകരാൻ ആഗ്രഹിക്കുന്നവർക്ക് നെയ്മർ എന്ന പേര് ഇന്നും ഒരാവേശം തന്നെയാണ്. ബ്രസീലിന്റെ മണ്ണിൽ വളർന്നു വരുന്ന ഏതൊരു ചെറുപ്പക്കാരനും അത്രമേൽ അഭിമാനത്തോടെയും ആദരവോടെയും നോക്കിക്കണ്ട നാമമായി അയാൾ മാറി. എതിർ താരങ്ങളെ കാഴ്ചക്കാരാക്കി ചാട്ടുള്ളി കണക്കെ മുന്നേറുന്ന ആ പന്താട്ടക്കാരനെ പല അംഗീകാര കണ്ണുകളും കണ്ടില്ലായിരുന്നു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളായിരുന്നിട്ടും വ്യക്തിഗത നേട്ടങ്ങളുടെ കാര്യത്തിൽ നെയ്മർ പലപ്പോഴും നിർഭാഗ്യവാനായിരുന്നു. ബ്രസീലിയൻ ഇതിഹാസങ്ങളായ പെലെക്കും മറ്റു പൂർവികർക്കും ശേഷം ആ മഞ്ഞക്കുപ്പായത്തിന്റെ ഭാരം ഒറ്റയ്ക്ക് ചുമലിലെത്തിയ താരമാണ് നെയ്മർ. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 പ്രതിഭകൾ ഒരേ സമയം കളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നെയ്മർ തന്റെ കരിയറിലെ ഉച്ചസ്ഥായിയിൽ ഉണ്ടായിരുന്നത്. അവർക്കിടയിൽ ഒരു വിടവ് കണ്ടെത്തുക എന്നത് ഏതൊരു താരത്തിനും അസാധ്യമായിരുന്നു. അതുതന്നെയാണ് നെയ്മറിനെയും വേട്ടയാടിയത്. 34ന്റെ പ്രഭയിൽ ആർമാദങ്ങൾക്കോ ആരവങ്ങൾക്കോ തെല്ലും കുറവില്ല. എന്നാൽ ഓരോ കാൽപന്ത് പ്രേമിയുടെയും ഉള്ളുലക്കുന്നത് അദ്ദേഹത്തിന്റെ പടിയിറക്കത്തിലേക്കുള്ള പ്രയാണമാണ്. ഇനി അധിക കാലമൊന്നുമില്ല.
ഫുട്ബോൾ പ്രേമികൾ പുതുമുഖങ്ങളുടെ കഥ പറയുമ്പോൾ ഓർത്തെടുക്കാൻ 1000 സ്മൃതികൾ സമ്മാനിച്ച് പോയി മറഞ്ഞ കാലത്ത് ഈറനനഞ്ഞ കണ്ണുകളുമായി ഞാൻ ഓർത്തുപോകുകയാണ്. കാലമേ, ഇനി പിറക്കുമോ ഇതുപോലൊരു ഇതിഹാസം? ലോകത്തിന്റെ പല കോണുകളിലും കാൽപന്തിന് ജീവൻ നൽകിയ സുൽത്താൻ ഇന്നിന്റെ മറവിൽ നിരാശ പൂണ്ടിരിക്കുകയാണ്. പ്രതാപത്തെ വീണ്ടെടുക്കാൻ കഴിയാതെ എതിർകോട്ടയിൽ പെട്ടുലയുന്നത് കാണുമ്പോൾ ഞാനും നിങ്ങളും ഓർത്തുപോകുന്നത് ഒന്ന് തന്നെയാണ്. എത്രയും വേഗത്തിലാണ് കാലം കടന്നു പോകുന്നത്. പരിക്കിന്റെ പിരിമുറുക്കമില്ലെങ്കിൽ പലതും നേടിയെടുക്കേണ്ട കരിയറായിരുന്നു നെയ്മറിൻ്റേത്. ഇന്ന് അദ്ദേഹം പൂർണ്ണ വിശ്രമത്തിനു ശേഷം ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അത്രമേൽ ആഗ്രഹിക്കുന്ന സ്വർണ്ണ കിരീടത്തിനായി അണിഞ്ഞൊരുങ്ങുമ്പോൾ ദൈവം അയാൾക്കായി കനിഞ്ഞനുഗ്രഹിക്കുമോ എന്ന് കണ്ടറിയാം. വിമർശകർ വിധി എഴുതിയേക്കാം. പ്രായം തളർത്തുന്ന വേഗതയെക്കുറിച്ച് അവർ വാചാലരായേക്കാം. എന്നാൽ ബ്രസീലിയൻ തെരുവുകളിൽ സാംബയുടെ നൃത്തം പഠിച്ചെടുത്ത മാന്ത്രികന് തോൽവി സമ്മതിക്കാൻ കഴിയില്ല. പരാജയത്തിന്റെ പഴുകുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ നെയ്മറിന്റെ മുഖം പലപ്പോഴും നാം കണ്ടതാണ്. ഇന്ന് 34ന്റെ നിറവിൽ നിൽക്കുമ്പോൾ ലോകം കാത്തിരിക്കുന്നത് ആ അവസാനത്തെ സാമ്പ നൃത്തത്തിനാണ്. ഒരിക്കൽ കൂടി മഞ്ഞക്കുപ്പായത്തിൽ പന്തിനെ പ്രണയിച്ചുകൊണ്ട് അദ്ദേഹം മൈതാന മധ്യത്തിൽ അവതരിക്കുമ്പോൾ അവിടെ ചരിത്രം വഴിമാറും. ആ കണ്ണുകളിൽ എന്നും കാണുന്നത് വിശ്വകിരീടം എന്ന സ്വപ്നത്തിന്റെ അടങ്ങാത്ത ദാഹമാണ്. ഒരൊറ്റ ചടുല നീക്കം കൊണ്ട് ലോകത്ത് നിശബ്ദമാക്കാൻ ഇന്നും ആ പാദങ്ങൾക്ക് കരുത്തുണ്ട്. ആ മാന്ത്രികതക്ക് കാലവും ഫുട്ബോൾ ലോകവും ഒരേപോലെ സാക്ഷിയായതല്ലേ? പരിക്കുകൾ തളർത്താത്ത പോരാട്ട വീര്യത്തിന് പച്ചപ്പുൽ മൈതാനങ്ങളിൽ നെയ്തു കൂട്ടിയ മാന്ത്രിക നിമിഷങ്ങൾക്ക് ഫുട്ബോൾ ലോകത്തെ പ്രിയപ്പെട്ട സുൽത്താന് ജന്മദിനാശംസകൾ. നിങ്ങളുടെ കാലുകളിൽ ഇനിയും പന്ത് നൃത്തം ചെയ്യട്ടെ. എതിരാളികളെ നിരായുധരാക്കി സുൽത്താൻ ഇനിയും വാഴും.